ചരിത്രപരമായ യുദ്ധങ്ങൾ ജയിച്ചിരുന്നത് സൈനികരുടെ എണ്ണം കൊണ്ടോ പീരങ്കികളുടെ കരുത്തുകൊണ്ടോ ആയിരുന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ പശ്ചിമേഷ്യൻ സംഘർഷം തെളിയിക്കുന്നത് യുദ്ധം ജയിക്കാൻ ശത്രുവിനെ ശാരീരികമായി തകർക്കുന്നതിനേക്കാൾ പ്രധാനം അവരുടെ സാങ്കേതിക വിദ്യയും ആശയവിനിമയ ശൃംഖലയും അന്ധമാക്കുക എന്നതാണെന്നാണ്. ഇസ്രയേലിന്റെ അജയമായ പ്രതിരോധ വലയത്തെ മറികടക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ വെറും സൈനിക നടപടികളല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയ ഇലക്ട്രോണിക് ഇന്റലിജൻസ് പോരാട്ടമാണ്. ഇസ്രയേലിന്റെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭിമാനമാണ് അയൺ ഡോം. ചുറ്റുമുള്ള ശത്രുരാജ്യങ്ങളിൽ നിന്നും വരുന്ന ചെറിയ ദൂര മിസൈലുകളെയും റോക്കറ്റുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ലോകത്തിന് അത്ഭുതമായിരുന്നു. ഇതിനോടൊപ്പം ദീർഘദൂര മിസൈലുകളെ തകർക്കാൻ ആരോ ഡേവിഡ്സ്ലിംഗ് എന്നീ സംവിധാനങ്ങളും ഇസ്രയേലിനുണ്ട്. ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് അത്യാധുനികമായ റഡാർ ശൃംഖലകളുടെയോ സെൻസറുകളുടെയോ സഹായത്തോടെയാണ്. ശത്രു ഒരു മിസൈൽ തൊടുക്കുമ്പോൾ തന്നെ അതിന്റെ പാത കണക്ക് കൂട്ടുകയും അത് എവിടെ വീഴുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് ഈ രീതി. എന്നാൽ ഈ സാങ്കേതിക മേധാവിത്വത്തെയാണ് ഇറാൻ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്. ഇറാൻ പയറ്റുന്ന ഏറ്റവും വിനാശകരമായ തന്ത്രങ്ങളിൽ ഒന്ന് സൈബർ ഇലക്ട്രോണിക് ജാമിംഗ് ആണ്. ഇസ്രയേലിന്റെ റഡാർ സംവിധാനങ്ങളിലേക്ക് തെറ്റായ സിഗ്നലുകൾ അയക്കുന്നതിലൂടെ സ്ക്രീനുകളിൽ ആയിരക്കണക്കിന് വ്യാജ മിസൈലുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇതിനെ ഗോസ്റ്റ് ടാർഗറ്റുകൾ എന്ന് വിളിക്കുന്നു. ഒരേ സമയം ആയിരക്കണക്കിന് വസ്തുക്കൾ ആകാശത്തുണ്ടെന്ന് റഡാർ കാണിക്കുമ്പോൾ യഥാർത്ഥ മിസൈൽ ഏതാണെന്ന് തിരിച്ചറിയാൻ ഇസ്രയേലിന്റെ കമ്പ്യൂട്ടറുകൾക്ക് പ്രയാസമുണ്ടാകും. ഇത് ഇസ്രയേലിന്റെ പ്രതിരോധ സേനയുടെ ആത്മവിശ്വാസത്തെയും കൃത്യതയും സാരമായി ബാധിക്കുന്നു. ഇറാൻ വികസിപ്പിച്ചെടുത്ത ഷാഹിദ് ഡ്രോണുകൾ ഇന്ന് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആയുധങ്ങളാണ്. ഇവയ്ക്ക് വേഗത കുറവാണെങ്കിലും നൂറുകണക്കിന് ഡ്രോണുകളെ ഒരേ സമയം വിക്ഷേപിക്കുന്നതിലൂടെ ഇസ്രയേലിന്റെ സെൻസറുകളെ ഓവർലോഡ് ചെയ്യാൻ ഇറാന് സാധിക്കുന്നു. ഒരു അയൺ ഡോം ബാറ്ററിക്ക് ഒരേ സമയം കൈകാര്യം ചെയ്യാവുന്ന ലക്ഷ്യങ്ങൾക്ക് പരിധിയുണ്ട്. ഈ പരിധിക്കപ്പുറം ഡ്രോണുകളെയും മിസൈലുകളെയും അയക്കുന്നതിലൂടെ പ്രതിരോധ സംവിധാനങ്ങൾ തകരുകയോ വൈകുകയോ ചെയ്യുന്നു. ഇതാണ് ഇസ്രയേലിന്റെ പല നഗരങ്ങളിലും സൈറണുകൾ മുഴങ്ങാൻ വൈകുന്നതിനും ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭീതി പടരാനും കാരണമാക്കുന്നത്. ഈ യുദ്ധതന്ത്രത്തിന്റെ ഏറ്റവും വലിയ വിജയം അതിന്റെ സാമ്പത്തിക ലാഭമാണ്. ഇറാൻ അയക്കുന്ന ഒരു ഡ്രോണിന് ഏകദേശം $20,000 മാത്രമാണ് ചിലവെങ്കിൽ അതിനെ തകർക്കാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഒരു തമിർ ഇന്റർസെപ്റ്റർ മിസൈലിന് $50,000 മുതൽ $1,00,000 വരെ വില വരും. വലിയ മിസൈലുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന ആരോ മിസൈലുകൾക്കാകട്ടെ ദശലക്ഷക്കണക്കിന് ഡോളറാണ് ചിലവ്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇത്തരം ആക്രമണങ്ങളിലൂടെ ഇസ്രയേലിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാനും അവരുടെ ആയുധശേഖരം ശൂന്യമാക്കാനും ഇറാൻ ലക്ഷ്യമിടുന്നു. ഇതൊരു ആട്രിഷൻ വാർഫെയർ ആണ്. ഒരു മിസൈൽ വിക്ഷേപിക്കപ്പെട്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്രയേൽ ജനതയ്ക്ക് മൊബൈലുകളിലും പൊതുസ്ഥലങ്ങളിലും മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇറാന്റെ പുതിയ ജാമിംഗ് സാങ്കേതികവിദ്യ കാരണം പലപ്പോഴും മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയ ശേഷമാണ് സൈറണുകൾ മുഴങ്ങുന്നത്. ഇത് ഇസ്രയേൽ സർക്കാരിലും സൈന്യത്തിലും ജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കുന്നു. മറുവശത്ത് വിക്ഷേപണം ഇല്ലാതിരുന്നിട്ടും സൈറണുകൾ മുഴങ്ങുന്ന സാഹചര്യം ജനങ്ങളെ നിരന്തരം ഭീതിയുടെ നിഴലിൽ നിർത്തുന്നു. ഈ മനഃശാസ്ത്രപരമായ യുദ്ധം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സമാധാനത്തെ തകർക്കാൻ പോകുന്നതാണ്. ഇസ്രയേലിന്റെ പ്രതിരോധം തകരുന്നത് അമേരിക്കയും പെന്റഗണിനെയും സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സാങ്കേതിക വിദ്യയാണ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ ഈ മിതമായ ചിലവിലുള്ള വിദ്യകൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും സമാനമായ ഡ്രോൺ തന്ത്രങ്ങൾ കണ്ടിരുന്നുവെങ്കിലും പശ്ചിമേഷ്യയിൽ ഇത് കൂടുതൽ വിനാശകരമായ രീതിയിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഭാവിയിൽ ചൈനയോ മറ്റു രാജ്യങ്ങളോ ഇത്തരം തന്ത്രങ്ങൾ പയറ്റിയാൽ അതിനെ എങ്ങനെ നേരിടുമെന്നത് നാറ്റോ സഖ്യത്തെയും ചിന്തിപ്പിക്കുന്നു. ഇസ്രയേലിന്റെ റഡാർ നിരീക്ഷണ കേന്ദ്രങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളായാണ് കരുതപ്പെടുന്നത്. എന്നാൽ ആധുനിക ഇലക്ട്രോണിക് യുദ്ധമുറകളിലൂടെ ഇവയെ നിഷ്പ്രഭമാക്കാൻ സാധിച്ചു എന്നത് ഇറാന്റെ സൈനിക ഗവേഷകരുടെ വിജയമായി കണക്കാക്കാം. മിസൈലുകളുടെ എണ്ണത്തെക്കാൾ ഉപരിയായി അവ എങ്ങനെ ശത്രുവിന്റെ കണ്ണു വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാം എന്നതിലാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, ഇത് ലോകത്തെ സൈനിക സാങ്കേതിക വിദ്യയുടെ മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. വരും ദിവസങ്ങളിൽ ഇസ്രയേൽ ഈ വെല്ലുവിളിയെ നേരിടാൻ അയൺ ബീം പോലുള്ള എന്നിരുന്നാലും ഒരു വികസ്വര രാജ്യം ലോകോത്തര പ്രതിരോധ സംവിധാനങ്ങളെ ഇത്രത്തോളം സമ്മർദ്ദത്തിലാക്കുന്നു എന്നത് യുദ്ധചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടായി മാറും. ഇറാന്റെ ഈ പുതിയ നീക്കങ്ങൾ ഇസ്രയേലിന്റെ പ്രതിരോധ കോട്ടകളിൽ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുകയാണ്. ആകാശത്തു നിന്നും വരുന്ന ഭീഷണികളെ തിരിച്ചറിയാനാകാതെ ഒരു രാജ്യം പകച്ചു നിൽക്കുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഭീകരതയാണ് സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ലോകം ഉറ്റുനോക്കുന്നത് ഈ സാങ്കേതിക യുദ്ധത്തിന്റെ പര്യവസാനം എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാനാണ്.